കുറിച്ചിരുന്നു. ഈ കേസിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. എലത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടം മേനംകുളത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിൽ വൻ തീപിടുത്തം. ഇതിനോട് ചേർന്നാണ് ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും വനിതാ പോലീസ് ബറ്റാലിയനും പ്രവർത്തിക്കുന്നത്. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുകയുണ്ടായി. നിരവധി വീടുകളുമുള്ള പ്രദേശത്തെ അഗ്നിബാധ ഏറെ ശ്രമകരമായി 3 മണിക്കൂറിന് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത്. കഴക്കൂട്ടം മേനംകുളത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഗെയിംസ് വില്ലേജിന്റെ ഭാഗമായി ഒഴിഞ്ഞുകിടന്ന സ്ഥലത്തെ അടിക്കാടിനാണ് തീപിടിച്ചത്. എങ്ങനെയാണ് തീ പടർന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഉച്ചയോടെ പുകഞ്ഞുയർന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ നേരമെടുത്തു. ഇതിന്റെ ഒരു സൈഡിൽ നിന്നാണ് തീ പിടിച്ചത്. എങ്ങനെയാണ് തീ അതെങ്ങനെ ഉണ്ടായെന്നുള്ളത് അറിയില്ല. ഒരു സൈഡിൽ നിന്ന് തീ പിടിച്ചു. അപ്പോൾ ഈ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ആ തീ നല്ല രീതിയിൽ കത്തി, പിന്നെ പച്ചപ്പുല്ല് പോലും കത്തി അങ്ങ് കയറുകയാണ് ചെയ്തത്. പക്ഷേയല്ല, ഇത് മുമ്പ് ഗെയിംസ് വില്ലേജിന് വേണ്ടിയിട്ട് അവരുടെ ക്വാർട്ടേഴ്സായിട്ട് അവരെ താമസ സൗകര്യം ചെയ്തു കൊടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ അത് വനിതാ ബറ്റാലിയൻ ക്യാമ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം സർക്കാർ കൊടുത്തു. 20ലേറെ അഗ്നിശമന സേനാ യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി BPCLന്റെയും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അഗ്നിശമന സേനാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. ഒരു ചെറിയ ഫയറായെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഇൻറ്റിമേഷൻ കിട്ടി. ഞങ്ങൾ പ്ലാനിനകത്ത് ഞങ്ങളെല്ലാം ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓടി സ്പോട്ടിലെത്തുമ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഫയർ ഇങ്ങനെ കത്തി കയറുകയാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നാട്ടുകാരും ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ അത്ര വലിയ തീയാണ്. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനപ്പുറം അടിക്കാടെങ്കിലും വെട്ടി സുരക്ഷ ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.